നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ICC ടെസ്റ്റിലെയും ഏകദിനത്തിലെയും 2020ലെയും പുതുക്കിയ റാങ്കിംഗ് പ്രഖ്യാപിച്ചപ്പോൾ ശ്രദ്ധേയമായ നേട്ടമാണ് ഇന്ത്യൻ താരങ്ങൾ കൈവരിച്ചത്. നമുക്ക് ഈ 3 ഫോർമാറ്റിലെയും റാങ്കിംഗ് ഒന്ന് പരിശോധിക്കാം. ഏകദിന ഫോർമാറ്റിൽ ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത് ഇന്ത്യയുടെ ശുഭ്മാൻ ഗില്ലാണ്. 784 പോയിന്റാണ് ഗില്ലിനുള്ളത്. ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത് രണ്ടാം സ്ഥാനത്തുള്ള രോഹിത് ശർമ്മയാണ്. മൂന്നാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം. ബാബർ അസം താഴേക്ക് ഇറങ്ങിയപ്പോൾ രണ്ടാം സ്ഥാനം സ്വന്തമാക്കി. 756 പോയിന്റാണ് രോഹിത് ശർമ്മയ്ക്കുള്ളത്. മൂന്നാം സ്ഥാനത്ത് ബാബർ അസം 751 പോയിന്റ്. നാലാം സ്ഥാനത്ത് വിരാട് കോഹ്ലി 736 പോയിന്റ്. അഞ്ചാം സ്ഥാനത്ത് ഡാരൽ മിച്ചൽ 720 പോയിന്റ്. ആറാം സ്ഥാനത്ത് അസലങ്ക 719 പോയിന്റ്. ഏഴാം സ്ഥാനത്ത് ഹാരി ടെക്ടർ 708 പോയിന്റ്. എട്ടാം സ്ഥാനത്ത് ശ്രേയസ് അയ്യർ 704 പോയിന്റ്. ഒൻപതാം സ്ഥാനത്ത് ഇബ്രാഹിം സദ്രാൻ 676 പോയിന്റ്. പത്താം സ്ഥാനത്ത് കുശാൽ മെൻഡിസ് 669 പോയിന്റ്. ആദ്യ 3 ഇന്ത്യൻ താരങ്ങളാണ് ഏകദിന റാങ്കിങ്ങിലുള്ളത്. നമുക്ക് T20യിലെ റാങ്കിംഗ് ഒന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് ഇന്ത്യൻ ഓപ്പണറായ അഭിഷേക് ശർമ്മയാണ്. 829 പോയിന്റാണ് അഭിഷേക് ശർമ്മയ്ക്കുള്ളത്. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുടെ തന്നെ തിലക് വർമ്മ 804 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് ഫിൽ സാൾട്ട് 791 പോയിന്റ്. നാലാം സ്ഥാനത്ത് ട്രാവിസ് ഹെഡ് 782 പോയിന്റ്. അഞ്ചാം സ്ഥാനത്ത് ജോസ് ബട്ട്ലർ 772 പോയിന്റ്. ആറാം സ്ഥാനത്ത് ഇന്ത്യയുടെ തന്നെ സൂര്യകുമാർ യാദവ് 739 പോയിന്റ്. ഏഴാം സ്ഥാനത്ത് പത്തും നിസാങ്ക 736 പോയിന്റ്. എട്ടാം സ്ഥാനത്ത് ടിം സിഫേർട്ട് 725 പോയിന്റ്. ഒൻപതാം സ്ഥാനത്ത് ജോഷ് ഇംഗ്ലീഷ് 690 പോയിന്റ്. പത്താം സ്ഥാനത്ത് ടിം ഡേവിഡ് 680 പോയിന്റ്. ഇതാണ് T20യിലെ റാങ്കിംഗ് നില. ഇനി നമുക്ക് ടെസ്റ്റിലെ റാങ്കിംഗ് ഒന്ന് പരിശോധിക്കാം. ടെസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ജോ റൂട്ടാണ്, 908 പോയിന്റ്. രണ്ടാം സ്ഥാനത്ത് ഹാരി ബ്രൂക്ക് 868 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് കെയ്ൻ വില്യംസൺ 850 പോയിന്റ്. നാലാം സ്ഥാനത്ത് സ്റ്റീവ് സ്മിത്ത് 816 പോയിന്റ്. അഞ്ചാം സ്ഥാനത്ത് യശസ്വി ജയ്സ്വാൾ 792 പോയിന്റ്. ആറാം സ്ഥാനത്ത് ടെമ്പ ബാവുമ 790 പോയിന്റ്. ഏഴാം സ്ഥാനത്ത് കമിന്ദു മെൻഡിസ് 781 പോയിന്റ്. എട്ടാം സ്ഥാനത്ത് ഋഷഭ് പന്ത് 768 പോയിന്റ്. ഒൻപതാം സ്ഥാനത്ത് ഡാരൽ മിച്ചൽ 748 പോയിന്റ്. പത്താം സ്ഥാനത്ത് ബെൻ ഡക്കറ്റ് 747 പോയിന്റ്. ഇതാണ് മെൻസ് ടെസ്റ്റിലെ റാങ്കിംഗ് നില. നമുക്കിനി പുരുഷന്മാരുടെ ഏകദിനത്തിലെ ബൗളിംഗ് റാങ്കിംഗ് ഒന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് മഹേഷ് തീഷ്ണ 671 പോയിന്റ്. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുടെ കുൽദീപ് യാദവ് 650 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് കേശവ് മഹാരാജ് 648 പോയിന്റ്. നാലാം സ്ഥാനത്ത് ബെർണാഡ് ഷോൾസ് 644 പോയിന്റ്. അഞ്ചാം സ്ഥാനത്ത് റാഷിദ് ഖാൻ 640 പോയിന്റ്. ആറാം സ്ഥാനത്ത് മിച്ചൽ സാൻഡർ 637 പോയിന്റ്. ഏഴാം സ്ഥാനത്ത് മാറ്റ് ഹെൻറി 622 പോയിന്റ്. എട്ടാം സ്ഥാനത്ത് വനിന്ദു ഹസരംഗ 619 പോയിന്റ്. ഒൻപതാം സ്ഥാനത്ത് ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജ 616 പോയിന്റ്. പത്താം സ്ഥാനത്ത് ആദം സാംബ 614 പോയിന്റ്. ഇതാണ് ഏകദിനത്തിലെ ബൗളർമാരുടെ റാങ്കിംഗ് നില. T20യിലെ ബൗളർമാരുടെ റാങ്കിംഗ് ഒന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് ജേക്കബ് ഡഫി 717 പോയിന്റ്. രണ്ടാം സ്ഥാനത്ത് ആദിൽ റഷീദ് 710 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് അഖിൽ ഹൊസൈൻ 707 പോയിന്റ്. നാലാം സ്ഥാനത്ത് ഇന്ത്യയുടെ വരുൺ ചക്രവർത്തി 706 പോയിന്റ്. അഞ്ചാം സ്ഥാനത്ത് ആദം സാംബ 686 പോയിന്റ്. ആറാം സ്ഥാനത്ത് വനിന്ദു ഹസരംഗ 679 പോയിന്റ്. ഏഴാം സ്ഥാനത്ത് രവി ബിഷ്ണോയ് 674 പോയിന്റ്. എട്ടാം സ്ഥാനത്ത് റാഷിദ് ഖാൻ 664 പോയിന്റ്. ഒൻപതാം സ്ഥാനത്ത് ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ് 653 പോയിന്റ്. പത്താം സ്ഥാനത്ത് മഹേഷ് തീഷ്ണ 652 പോയിന്റ്. ഇതാണ് ബൗളർമാരുടെ റാങ്കിംഗ് നില. ഇനി ടെസ്റ്റിലെ റാങ്കിംഗ് നില ഒന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയുടെ ബുംറയാണ് 889 പോയിന്റ്. രണ്ടാം സ്ഥാനത്ത് കാഗിസോ റബാദ 851 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് മാറ്റ് ഹെൻറി 846 പോയിന്റ്. നാലാം സ്ഥാനത്ത് പാറ്റ് കുമ്മിൻസ് 838 പോയിന്റ്. അഞ്ചാം സ്ഥാനത്ത് ജോഷ് ഹേസൽവുഡ് 815 പോയിന്റ്. ആറാം സ്ഥാനത്ത് നൊമാൻ അലി 806 പോയിന്റ്. ഏഴാം സ്ഥാനത്ത് സ്കോട്ട് ബോളണ്ട് 784 പോയിന്റ്. എട്ടാം സ്ഥാനത്ത് നദാൻ ലിയോൺ 769 പോയിന്റ്. ഒൻപതാം സ്ഥാനത്ത് മാർക്കോ ജാൻസൺ 767 പോയിന്റ്. പത്താം സ്ഥാനത്ത് മിച്ചൽ സ്റ്റാർക്ക് 766 പോയിന്റ്. ഇതാണ് ICCയുടെ ഏകദിനത്തിലെയും ടെസ്റ്റിലെയും T20യിലെയും ബാറ്റർമാരുടെയും ബൗളർമാരുടെയും റാങ്കിംഗ് നില.